പ്രിയപ്പെട്ടവരെ, ഇന്ന് സംസാരിക്കുന്നത് വയനാട്ടിലെ ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ, ആ നാടിനെ പുനർനിർമ്മിക്കാൻ വേണ്ടി നമ്മുടെ നാട് ഒറ്റക്കെട്ടായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എംപിമാർ ഈ പുനരധിവാസത്തിന് വേണ്ടി എത്ര രൂപയാണ് സംഭാവനയായി നൽകിയത് എന്നതാണ്. 3-4 ദിവസം മുമ്പ് ചില പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇതൊരു വാർത്തയായി വന്നു. എന്നാൽ വേണ്ടത്ര പ്രാധാന്യത്തോടെ ഈ വിഷയം ചർച്ച ചെയ്തോ എന്നത് ഒരു ചോദ്യം തന്നെയാണ്. നമുക്ക് 29 എംപിമാരുണ്ട്. 20 പേർ ലോകസഭയിലേക്കും 9 പേർ രാജ്യസഭയിലേക്കും. കേരളത്തിൽ നിന്നല്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എംപിമാരായി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ജോർജ് കുര്യനെ കൂട്ടുള്ളവരുമുണ്ട്. PT ഉഷ അടക്കമുള്ളവരുണ്ട്. ഇതിൽ എത്ര എംപിമാർ ഈ വയനാടിനെ പുനർനിർമ്മിക്കാൻ, ഈ ദുരന്ത സമയത്ത് ഈ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ അവരുടെ MP ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ചോദ്യം. 10 പേരാണ് കേരളത്തിൽ നിന്ന് ദുരന്തബാധിതരെ സഹായിക്കാൻ അവരുടെ MP ഫണ്ട് മാറ്റിവെച്ചത്. അതിൽ 7 പേരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അംഗങ്ങളാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാർലമെന്റിൽ ലോകസഭയിൽ 1 അംഗവും രാജ്യസഭയിൽ 6 അംഗങ്ങളുമാണുള്ളത്. ഇവരെല്ലാവരും അവരുടെ MP ഫണ്ടിന്റെ ഒരു നിശ്ചിത വിഹിതം മാറ്റിവെച്ചു. ശ്രീ ജോൺ ബ്രിട്ടാസ് 1 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ MP വിഹിതത്തിൽ നിന്ന് വയനാട് ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് വേണ്ടി മാറ്റിവെച്ചത്. ബാക്കി എംപിമാരെല്ലാം ശ്രീ K രാധാകൃഷ്ണൻ, അഡ്വക്കേറ്റ് A റഹീം, A ശിവദാസൻ, PP സുധീർ, അഡ്വക്കേറ്റ് P സന്തോഷ് കുമാർ, ജോസ് K മാണി, ഇവരെല്ലാവരും 25 ലക്ഷം രൂപ വീതം കൊടുത്തു. അങ്ങനെ 7 എംപിമാർ കൂടി 2 കോടി 50 ലക്ഷമാണ് പുനരധിവാസത്തിനായി മാറ്റിവെച്ചത്. കോൺഗ്രസിന് ഇന്ത്യയുടെ പാർലമെന്റിൽ 18 അംഗങ്ങളുണ്ട്. അതുപോലെ രാജ്യസഭയിൽ 3 അംഗങ്ങൾ. UDFനാണ് മൊത്തം 21 അംഗങ്ങൾ ഉള്ളത്. ഈ 21 അംഗങ്ങളിൽ 2 പേർ മാത്രമാണ് അവർ പുനരധിവാസത്തിനായി പണം ചെലവഴിക്കാൻ തയ്യാറായത്, മാറ്റിവെക്കാൻ തയ്യാറായത്. ഒരു MP 25 ലക്ഷവും മറ്റൊരു MP 10 ലക്ഷവും കൊടുത്തു. അതായത് ടോട്ടൽ 35 ലക്ഷം രൂപ. ബാക്കി 19 എംപിമാർ, അതായത് ലോകസഭയിലെ UDFന്റെ 16 എംപിമാരും അതുപോലെ രാജ്യസഭയിലെ UDFന്റെ 3 എംപിമാരും നയാ പൈസ ഈ പാവങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മുതൽ തിരുവനന്തപുരത്തെ MPയും AICC അംഗവുമായ ശശി തരൂർ വരെയുള്ളവരെ എടുത്ത് പരിശോധിച്ചാൽ കോൺഗ്രസിന്റെ എത്ര തലമുതിർന്ന നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ ഏറ്റവും മുതിർന്ന ദേശീയ നേതാക്കന്മാർ ഈ കേരളത്തിൽ നിന്ന് എംപിമാരായിട്ടുണ്ട്. നയാ പൈസ ചെലവഴിക്കാത്തതിൽ ഒന്ന് KPCCയുടെ പ്രസിഡന്റ് K സുധാകരൻ 5 പൈസ പുനരധിവാസത്തിന് വേണ്ടി വയനാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചില്ല. AICC ജനറൽ സെക്രട്ടറിമാർ KC വേണുഗോപാൽ അടക്കമുള്ളവർ 5 പൈസ മാറ്റിവെച്ചില്ല. ഏറ്റവും വിഷമിക്കുന്നത് വയനാട് MP ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹം സംഭവം നടക്കുമ്പോൾ, ഉരുൾപൊട്ടൽ നടക്കുമ്പോൾ MP ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി പോലും വയനാട്ടിലെ ദുരന്തബാധിതർക്ക് വേണ്ടി നയാ പൈസ ചെലവഴിച്ചിട്ടില്ല MP ഫണ്ടിൽ നിന്ന്. രാഹുൽ ഗാന്ധിക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി AICCയുടെ ജനറൽ സെക്രട്ടറി ആണല്ലോ. പ്രിയങ്ക ഗാന്ധി വയനാട്ടിന്റെ MP ആയിട്ട് വന്നു. ഇതുവരെ പ്രിയങ്ക ഗാന്ധിയും 5 പൈസ ഇതിലേക്ക് മുടക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. കേരളത്തിൽ നിന്ന് MP ആയി വിജയിച്ച BJPയുടെ നേതാവ് ശ്രീ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാണല്ലോ. അദ്ദേഹവും നയാ പൈസ മാറ്റിവെച്ചില്ല. അതുപോലെ ജോർജ് കുര്യൻ കേരളത്തിൽ നിന്നല്ല രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും കേരളത്തിന്റെ ഒരു അക്കൗണ്ടിലാണല്ലോ കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്നത്. നയാ പൈസ മാറ്റിവെച്ചില്ല. അതുപോലെ തന്നെ ലീഗിന്റെ നേതാക്കന്മാർ AT മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ, അതുപോലെ PV അബ്ദുൽ വഹാബ്, ഹാരിസ് ബീരാൻ ഉൾപ്പെടെ 1 പൈസ പോലും ഈ MP ഫണ്ട് ദുരന്ത ബാധിതർക്ക് വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായില്ല. ഇവരെല്ലാം സംസ്ഥാന ഗവൺമെന്റ് നടത്തുന്ന വയനാടിന്റെ പുനരധിവാസ പ്രക്രിയയെ കുറ്റപ്പെടുത്തി, കളിയാക്കി, നുണപ്രചരണം നടത്തി രംഗത്തെത്തിയവരാണ്. അതുപോലെ തന്നെ ഡൽഹിയിൽ ചെന്ന് വയനാട്ടിലെ LDFന്റെ നേതൃത്വത്തിൽ ഉജ്ജ്വലമായിട്ടുള്ള സമരം, വയനാട് പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്ര സഹായം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയപ്പോൾ അതിനെ പുച്ഛിച്ച് തള്ളിയവരാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായ വയനാടിന്റെ MP പോലും നയാ പൈസ വയനാട് പുനരധിവാസത്തിന് വേണ്ടി സ്വന്തം MP ഫണ്ടിൽ നിന്ന് കൊടുത്തില്ല
വ്യക്തിപരമായ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കണമെന്ന് നമ്മൾ പറഞ്ഞില്ല. MP ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ തയ്യാറായില്ല. 2 കേന്ദ്രമന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നുള്ളതിൽ അവരാരും ഈ പണം തരാൻ തയ്യാറായില്ല എന്നുള്ളത് എത്ര ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. പത്രത്താളുകളിലും അതുപോലെ തന്നെ ചാനലുകളിലും ഒരു ചെറിയ വാർത്തയായി ഈ വാർത്ത മുഖ്യധാരയിൽ നിന്ന് പോവുകയാണ്. ഈ കേരളത്തെ, നമ്മുടെ നാടിനെ പുനർനിർമ്മിക്കാൻ, ദുരന്തമുഖങ്ങളിൽ കണ്ണീരൊപ്പാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് പാർലമെന്റിൽ ലോകസഭയിലുള്ള ഏക അംഗവും രാജ്യസഭയിലുള്ള 6 LDF പ്രതിനിധികളും അവർക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം, അതിൽ ഒരാൾ 1 കോടി രൂപ മാറ്റിവെക്കുന്നു. ബാക്കി എല്ലാ MP മാരും 25 ലക്ഷം രൂപ വീതം മാറ്റിവെക്കുന്നു. UDF ആകെയുള്ള 21 പാർലമെന്റ് അംഗങ്ങൾ, 18 ലോകസഭ, 3 രാജ്യസഭ. അതിലാകെ 2 പേർ മാത്രമാണ് കുറച്ചെങ്കിലും പണം മാറ്റിവെക്കാൻ തയ്യാറായത്. ഇനി നിങ്ങൾ പറയുക, ആരാണ് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഇടതുപക്ഷമാണോ, വലതുപക്ഷമാണോ, അതോ BJP ആണോ? ഇവർ എല്ലാ സമയത്തും നമ്മെ ഉറ്റുകൊടുക്കുന്നവരാണ്. ഈ കേരളത്തിലുണ്ടായ ദുരന്തമുഖങ്ങളിലെല്ലാം രാഷ്ട്രീയം കളിക്കുന്നവരാണ്. ഈ ദുരന്തമുഖത്ത് നമ്മളെ രക്ഷിക്കാൻ വന്ന ഹെലികോപ്റ്ററിന് വരെ കൂലി ചോദിച്ചപ്പോൾ, നമുക്ക് വിതരണം ചെയ്ത റേഷന് പ്രത്യേകം കൂലി ചോദിച്ചപ്പോൾ അതിനെ പ്രകീർത്തിച്ചവരാണ് BJP-ക്കാർ. അത് വേണമെന്ന് ആവശ്യപ്പെട്ടവരാണ്. അതിന് മൗനാനുവാദം കൊടുത്തവരാണ് കോൺഗ്രസ്. ഒരു ഘട്ടത്തിൽ പോലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ 2 മുന്നണികൾ, NDA-യും UDF-ഉം നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമാണ്. 5 പൈസ ഇതുവരെ കേന്ദ്ര സഹായം നൽകിയിട്ടില്ല. പക്ഷേ നമ്മൾ വയനാടിനെ പുനർനിർമ്മിക്കും. ചൂരൽമലയിലും മുണ്ടക്കയിലും ടൗൺഷിപ്പ് നിർമ്മിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ, അവരുടെ ഈ മാറാ ദുരന്തത്തിൽ അവരുടെ കണ്ണീരൊപ്പി ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റും കേരളവും അവരോടൊപ്പം ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയമില്ല.